ആയിരിക്കുന്നത്. बड़े आनंद के साथ आज सुबह के समय मैं आपके बीच में आई हूँ। ഞാൻ ഈ മോർണിംഗ് പ്രേയറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. इस मॉर्निंग प्रेयर सभा के लोगों से प्रभु के प्रति मैं बहुत आभारी हूँ। കാരണം കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. कारण यह है क्योंकि पिछले 6 साल से निरंतर आप लोग हमारे लिए प्रार्थना करते आ रहे हैं। അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ സഹായിച്ചു. उसी का परिणाम कल हम अपने आंखों के सामने देख पाए। എൻ്റെ മൂത്ത മോൻ, എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മോൻ ആർക്കിടെക്ചറിന് പഠിക്കുകയായിരുന്നു. और हमें प्रभु ने 2 बच्चों को दिए हैं। उसी से हमें जो बड़ा बेटा है वो आर्किटेक्चर की पढ़ाई को वो कर रहा था। അവന് 10 സെമസ്റ്റർ ഉണ്ട്. അതിൽ 9ാമത്തെ സെമസ്റ്റർ വരെയും അവന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏറ്റവും നല്ല മിടുക്കനായിട്ട് ഒരു അരിയറും ഇല്ലാതെ പഠിച്ചു വന്ന കുട്ടിയാണ്. और उसे 10 सेमेस्टर का पढ़ाई को पूरा करना था। 9 सेमेस्टर तक बहुत अच्छे से उसने पढ़ाई किया, बिना कोई पराजय का वो अपना सेमेस्टर को क्लियर करते हुए आगे आए। 10ാമത്തെ സെമസ്റ്റർ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അവന് തീസിസിന് അവന് ഫെയിൽ ആകുന്നുണ്ടായി. और 10वां सेमेस्टर में जब पहुंचा तो क्या हुआ मैं भी नहीं जानती हूँ। उसके थीसिस से संबंधित कार्यों में वो पराजित हो गए। മിക്കവാറും കോളേജിൽ മോഡൽ ഉണ്ടാക്കുന്നതിനും അതിന്റെ മെയിൻ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ടീച്ചേഴ്സ് പറയും ജോലിനോട് പോയി ചോദിക്കുന്ന പറയാറ്. और अधिकांश कॉलेजों में ऐसे होते हैं कि जब उनको थीसिस में कुछ ऐसे एक मॉडल बनाना होता है और उसी में यदि उनको कोई भी प्रकार का कोई कोई संदेह है, कोई भी हमें उनको जानकारी लेना है, तो वो अपने जो शिक्षकों से जाकर पूछ सकते थे। കൃത്യമായിട്ട് കോളേജിൽ പോകും, ഒരു ദിവസം അങ്ങനെ മുടങ്ങാറില്ല. അവന് ഒരാഗ്രഹം 5 വർഷം കൊണ്ട് തന്നെ അവന് കോഴ്സ് കംപ്ലീറ്റ് പുറത്തിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ നിന്ന ഒരു കുട്ടിയായിരുന്നു. और ऐसा हुआ कि वो हर दिन वो कॉलेज जाया करता था। उसके मन में एक इच्छा इस प्रकार का था कि 5 साल में मुझे ये पढ़ाई को पूरा करना है, और इसीलिए वो बहुत कोशिशों को भी करता था। അവന് അഞ്ച് റിവ്യൂ, തീസിസിൽ 5 റിവ്യൂ ഉണ്ട്. ഫസ്റ്റ് 5 റിവ്യൂ ഉണ്ട്. 3ാമത്തെ റിവ്യൂവിൽ അവൻ ഔട്ടായി. और उनका थीसिस में 5 जो है रिव्यू होते हैं, और आई मीन उन 5 रिव्यू में से तीसरे रिव्यू के समय जब वो आए तो वहां से वो उनको बाहर कर दिए। അന്ന് അവന്റെ തീസിസിന്റെ പ്രോജക്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അതില് 3ാമത്തെ റിവ്യൂ അപ്പൊ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കിൽ അവനെ ഔട്ടാക്കി. और उसका थीसिस का प्रोजेक्ट इस प्रकार का था कि एक 5 स्टार होटल का एक रूपरेखा को मॉडल को उसे बनाना है, और उस तीसरे समीक्षा के समय में ऐसा हुआ कि छोटी सी मामूली सी एक गलती के कारण उन्होंने उसको बाहर कर दिए। അന്ന് അവൻ ഒത്തിരി വിഷമിച്ച് തിരിച്ചു വന്നിട്ട് വീട്ടിന്റെ വെളിയിൽ നിന്നിട്ട് ബാഗ് വീടിനകത്തോട്ട് ഒറ്റ ഏറ് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഉഴപ്പി തോറ്റവനല്ല, പയറ്റി തോറ്റവനാണ്, ഇനി മേലാൽ ഞാൻ കോളേജിൽ കയറില്ല എന്ന് പറഞ്ഞു. और उस दिन बड़े निराश होकर, बड़े दुखी होकर वो घर लौट कर आए, और घर के बाहर पहुंचते ही दरवाजे से उसने बैग उठाकर अंदर को फेंक दिया, और मुझसे इस प्रकार के से कहने लगा कि माँ मैं जो हूँ, मैं आलसी होकर मैं हारा नहीं हूँ, परंतु मैं लड़ते लड़ते मैं हार चुका हूँ। അവനെ അത് മാനസികമായിട്ട് ഒരുപാട് ഹർട്ട് ചെയ്തു. ഞങ്ങളോട് സംസാരിക്കാനുള്ള മാനസികമായിട്ട് ഒരുപാട് ഹർട്ട് ചെയ്തു ആ വിഷയം. और ऐसा हुआ कि मानसिक रीति से उसे ये बात बहुत चोट पहुंचाने लगा, बहुत दुखी उसे बना दिया। പിന്നെ അവന്റെ ഒരു നേച്ചർ അനുസരിച്ച് പഠിച്ച കാര്യം രണ്ടാമത് ചെയ്യില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധികളാണ്. കാരണം അവനെ എൻട്രൻസ് എഴുതിയപ്പോഴേ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യില്ല, പിന്നെ പഠിച്ച കാര്യം ഞാൻ ഒന്നേന്ന് പഠിക്കില്ല, എക്സാം എഴുതിയാൽ പോലും തിരിച്ചു വന്ന് ഞാൻ ചോദിക്കും എത്ര മാർക്ക് കിട്ടണമെന്ന്. ആ കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ, ആ പേപ്പർ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനോ എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാനോ ശ്രദ്ധിക്കുകയില്ല. പഠിച്ച കാര്യം രണ്ടാമത് പഠിക്കുന്ന പ്രകൃതക്കാരനല്ല, അവനെ ചെയ്യത്തില്ല, അതിനത് ഇഷ്ടമില്ല. അങ്ങനെ കുട്ടിയാണ് അവൻ. और ऐसा एक बेटा था वो कि जो पढ़ा हुआ बात को जो है वो कभी भी फिर से दोहरा कर पढ़ने के काम को नहीं करता था, चाहे वो एंट्रेंस की परीक्षा में हो
उन्होंने पहले ही कह दिया कि मैं एक ही बार एंट्रेंस के परीक्षा को दूंगा, पास हुआ तो हुआ, मैं एक और बार उसी के लिए कोशिश नहीं करूंगा, चाहे वो घर की परीक्षा, साधारण परीक्षा के समय में क्यों ना हो या कोई भी विषय में क्यों ना हो। दोबारा दोहरा कर पढ़ने का एक कार्यक्रम को वो कभी करता नहीं था और वो पसंद भी नहीं रखता था। അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പേടി വന്നു, അവന് റിപ്പീറ്റ് ചെയ്യുമോ ചെയ്യില്ല, ഞാൻ ഇനി കോളേജിൽ കയറില്ല, കാര്യമൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ മൂന്നാല് ഒരാഴ്ചയൊക്കെ അവൻ ഭയങ്കര ഡെസ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ ഒരു ടീച്ചറിന്റെ ഫേമിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വലിയ പ്രോജക്റ്റ് വരുമ്പോൾ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവനെ വിളിക്കും. അങ്ങനെ ആ ടീച്ചർ അവനെ വിളിച്ച് അവിടെ ചെന്ന്, എന്നാലും അവന് പോകാൻ മനസ്സില്ല, മനസ്സോടെ അവനത് പോവുകയായിരുന്നു. और 3-4 हफ्ता जो है वो कॉलेज नहीं जाएंगे, ऐसे बड़े निराशा के साथ वो आमीन बैठे हुए थे, मायूस होकर बैठे हुए अवसर में कुछ दिनों के बाद उनके टीचर ने कुछ कार्यक्रम के लिए उसे बुलाया, कुछ मॉडल बनाने के लिए उसे बुलाया था। उसको जाने के लिए इच्छा तो नहीं था, परंतु किसी भी तरह से वो उस काम के लिए वहां पर चले गए। അങ്ങനെ അവിടെ പോയിട്ട് വന്ന് ഒരു ദിവസം അവന്റെ ഒരു ജൂനിയറിനെ കണ്ടു. അവന്റെ സീനിയറിനെ ഒന്ന് കണ്ടു. അപ്പോൾ അവര് ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, അവിടെ ഒരു കഫറ്റേറിയയില് ജോലിയുണ്ട്, മാസം 15,000 കിട്ടും, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. तो वहां पर उस टीचर को मिलने को गए, तो वहां पर ऐसा हुआ कि उसके एक सीनियर एक दोस्त को वहां पर वो मिले और उनसे बात किए। तो उन्होंने इस प्रकार से इसे कहा कि वहाँ कॉलेज में एक खाना देने का एक जगह है छोटा सा, तो वहां पर एक नौकरी का एक वैकेंसी है, 10,000 रुपया महीने मिलेंगे, क्या आप आने के लिए तैयार रखेंगे? അപ്പൊ എന്നോടൊന്ന് പറഞ്ഞു, എനിക്ക് കഫറ്റേറിയയിൽ ഞാൻ ജോലിക്ക് പോവാണ്, 15,000 രൂപ കിട്ടും, ഞാൻ പോവുകയാണ്, ഇത്രയൊക്കെ പൈസയൊക്കെ ചെലവാക്കില്ലേ, ഇനി ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിക്കോളാം, അതുകൊണ്ട് ഞാൻ ഇനി കഫറ്റേറിയൽ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും കഫറ്റേറിയൽ ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നീ പഠിച്ച ട്രേഡിൽ ഏതെങ്കിലും ഫേമിൽ കയറാൻ പറഞ്ഞു. അത് ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞു. और घर में आकर कहने लगा कि मैं कल से जो है मैं काम करने के लिए जा रहा हूँ, उस खाना बांटने का वो जगह जगह है, वहां पर मैं काम करने जा रहा हूँ, ऐसे कहा। तो मैंने उसे रोकने लगा, डांटने लगा कि किसी भी रीति से किसी भी कारणवश तू वहां पर काम ना करे। तूने जो पढ़ाई किया है उसके सिलसिले में यदि तुझे तुझे कहीं पर भी नौकरी मिलता है तो उसी के लिए काम करना, परंतु वो सख्त मना करने लगा कि मैं वो काम को कभी नहीं करूंगा। ഞങ്ങൾക്കാണെങ്കിൽ ആകെ മനപ്രയാസം, ഒത്തിരി ഒരുപാട് കാശ് ചെലവാക്കിയാണ്, എന്നിട്ട് അവന് ഡിഗ്രി ഇല്ലാതെ പുറത്തിറങ്ങുന്നത്. അതിന്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ ഞാനത് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവനെന്തോ എന്തോ റിപ്പീറ്റ് ചെയ്യാൻ അവനൊരു എന്താണെന്നറിയില്ല. ഇനി എന്റെ ജൂനിയറെ ഒന്നും അറിയാത്ത കുട്ടികളോട് ഞാൻ പോയിരിക്കില്ല, എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. और हम तो बहुत निराशा में थे, बहुत मुश्किलों में थे, क्योंकि जो पैसे ना होकर भी कैसे भी कर कर पैसे हमने जमा करके उसी को पढ़ाई के लिए भेजा था, और उसका डिग्री ना पूरा करते हुए वह लौट कर आए और जिद में लगा हुआ था कि मैं किसी भी कारणवश मैं फिर से पढ़ाई नहीं करूंगा, मैं फिर से जाऊंगा नहीं, ऐसे बोलकर वो जिद लगाने लगा। അങ്ങനെ ഇരിക്കുമ്പോൾ തോംസൺ പാസ്റ്റർ പന്തളത്ത് വരുന്നുണ്ട്. ഇപ്പൊ തോംസൺ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എങ്ങനെ എന്തായിന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പന്തളത്തോട്ട് വരുന്നുണ്ട്, നിങ്ങൾ ഒന്ന് അവിടോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പാസ്റ്റർ കാണാൻ വേണ്ടി പോയിരുന്നു. और उसी के संदर्भ में एक दिन जो है थॉमसन पास्टर केरल में आए, हमारे आसपास के एक जगह में पहुंचे, तो उन्होंने बीच बीच में मुझसे फोन में पूछा करता था कि क्या हुआ बेटे का, क्या हो रहा है। और वैसे एक दिन जब वे केरल पहुंचे थे तो उन्होंने हमसे कहा कि मैं फलाना जगह आया हूँ, आप आकर हमें मिलना है। അവിടെ പോയപ്പോൾ പാസ്റ്റർ അവനെ കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അവന് പറഞ്ഞു മനസ്സിലാക്കി. എന്നാലും ആൾക്കൊരു അങ്ങോട്ട് ഉൾക്കൊള്ളാൻ, റിപ്പീറ്റ് ചെയ്യുന്നതിന് അവർക്ക് പഠിച്ച കാര്യം പിന്നെയും പഠിക്കുന്നതിന് ഇത്രയും ഞാൻ 5 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, ഇനി എനിക്ക് പറ്റില്ല എന്നൊക്കെ ആരെ മനസ്സിലവൻ നിൽക്കുമായിരുന്നു. പക്ഷെ പാസ്റ്റർ ഒത്തിരി പ്രാർത്ഥിക്കുകയും പിന്നെ പാസ്റ്റർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവനതോട് ഒരു പകുതി മനസ്സോടെ അവിടെ നിന്ന് ഞങ്ങൾ പോരാനുണ്ടായി. और उस दिन क्या हुआ कि पासवान ने जो है उसे काफी बात को समझाए और उनको काफी सलाह को दिया। और वो इस प्रकार से आधे मन में रहा कि पहले से जिद में था कि मैं पढ़े हुए बातों को फिर से पढ़ूंगा नहीं, तो आधे मन में रहकर वो उस बात को सुन रहा था। फिर प्रभु के दास ने फिर भी बहुत सारी बातों को समझा कर उनके लिए प्रार्थना किया, उनको कहा कि मैं तुम्हें
सब प्रकार की मदद करने के लिए तैयार हूँ। तो ऐसे फिर से वो पढ़ने के लिए थोड़ा इच्छा जारी किया। അവിടെ നിന്ന് വന്ന് അവരുടെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പിന്നെ നല്ല നല്ല പ്രോജക്റ്റ് ചെയ്യും. ഇപ്പം ഒരു ഗ്യാപ്പ് ഇല്ലാതെ അവനെ അങ്ങോട്ട് വിളിക്കാനിടയായി. അപ്പം അവനെ ഇവർ ചെന്നിത് ചെയ്യുകയും അവരും കുറച്ച് മോട്ടിവേഷൻ കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ നിരന്തരമായ പ്രാർത്ഥന ഫലമായിട്ട് പിന്നെ അവനതങ്ങ് മനസ്സ് വെച്ചു. ഞാൻ ഇന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ മനസ്സ് വെച്ചു. और उसके बाद में भी उसके बीच बीच में जो उसका टीचर जो है, उसे अध्यापक जो है उसे बार बार बुलाते थे, बीच बीच में कुछ कुछ प्रोजेक्ट को करवाते थे, उससे मदद लेते थे। तो उसी को उस संबंधित जो है बीच में कोई गैप ना होते हुए वो अपने कामों को करते आए। बीच बीच में ऐसे जाकर आने के कारण थोड़ा मन उसका उस काम में लग गया, और फिर से वो कहने लगा कि मैं एक और बार इस पढ़ाई के लिए मैं कोशिश करूंगा। ഇപ്പോൾ തന്നെ ഈ ടീച്ചറിന് ഒരുപാട് പ്രോജക്റ്റ് കൊടുത്തു. 4 5 പ്രോജക്റ്റ് കൊടുത്തു. അതൊക്കെ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞു മാറ്റി. അപ്പൊ തന്നെ അവനൊരു ഒന്നാമതൊരു താല്പര്യം നിൽക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ അവനടുത്തൊരു തീസിസിന്റെ പ്രോജക്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു. और अब फिर उसने ऐसा हुआ कि ये थीसिस के लिए 4 5 प्रोजेक्ट उसने शामिल किया, परंतु वो जो जो लोग थीसिस में पैनल में जो लोग रहते हैं वे लोग कुछ ना कुछ कारण बोलकर उसको रद्द करने लगा। फिर उसने किसी रीति से उसे करने के लिए आमीन प्रभु ने मदद किया। ഇത് ഒത്തിരി യാത്രയുണ്ട്. അവർക്ക് ഒത്തിരി സൈറ്റ് പോയി കാണണം, ഒത്തിരി യാത്രയുണ്ട്, ഒരുപാട് സ്റ്റഡി ചെയ്യണം. അതൊക്കെ ആൾക്കൊരു പിന്നെ അത് അവനങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അവനെന്തോ നിരന്തരമായി പ്രാർത്ഥന ഫലം തോംസൺ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ തോംസൺ പാസ്റ്റർ കൊടുത്ത ഇൻസ്പിറേഷൻ ഒന്നാമത് അവനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ പിന്നെ ആ ഇഷ്ടത്തിലേക്ക് അവനെ വരുത്തി തീർത്തു. അങ്ങനെ ഒത്തിരി യാത്ര ഉണ്ട്. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ ലേറ്റായി വരേണ്ടി വരും. അങ്ങനെയൊക്കെ ഒന്നാമത് അവന് ഈ വേറെ ഒരിടത്ത് പോയി താമസിക്കുന്ന ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണ്. പക്ഷേ പിന്നെ അവനങ്ങോട്ടേക്ക് ഇഷ്ടമായി അതൊക്കെ ചെയ്യാൻ തീർച്ച ചെയ്യാനിടയായി. और ऐसा हुआ कि उनको यात्राएं बहुत करना पड़ता है, अलग अलग स्थानों में जाकर वहाँ पे कुछ चीजों को सीखना होता रहता है। तो ऐसे यात्रा करते 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 बीच बीच में थॉमसन पास्टर भी बुलाया करता था, उनसे बात करते थे, उसे प्रोत्साहन देता था। तो ये सब के कारणवश ऐसा हुआ कि उसे धीरे धीरे उस काम के सिलसिले, पढ़ाई के सिलसिले इच्छा मन होने लगा, और आगे आमीन उन्होंने अपने इस पढ़ाई को जारी किया। പക്ഷെ വളരെ നന്നായി ചെയ്യുന്ന കുട്ടികൾ ഇപ്പൊ എത്ര ചെയ്താലും അവസാന നിമിഷം വരുമ്പോൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഫോൾട്ട് വരും. അത് കംപ്ലീറ്റ് അന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവസാനം ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ ചോദിച്ചു, നീ എന്തെന്ന് ഇത് പണിതീരത്തെ ഒരു പ്രോജക്റ്റ് ആണോ ചെയ്യുന്നത്? കാരണം ഒരു കാരണവശാലും അതിനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കറിയില്ല എന്താണെന്ന്, എന്തോ ഒരു സംതിങ് റോങ് എന്ത് ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. और अच्छे से पढ़ने वाला, अच्छे से काम करने वाला एक बेटा था, एक लड़का था, लेकिन ऐसा होने लगा कि वो कुछ भी क्यों ना करता हो, कोई भी प्रोजेक्ट क्यों ना हो, वो पूर्ण नहीं कर पाते थे। उसको पूर्णता में पहुंचने के लिए कोई ना कोई रुकावट होता था। बीच बीच में मैं भी उसे डांटता रहता था कि तू ऐसे कुछ कार्य को क्यों करता है जो तू पूरा नहीं कर पाता है। ऐसे मुझे भी लगने लगा कि कुछ ना कुछ रुकावट उसके जीवन में बार बार इसी प्रकार से हो रही हैं। ഫൈനലിന്റെ ദിവസത്തിലേക്ക് വന്നപ്പോൾ അവസാനത്തെ ഒരാഴ്ച ആള് ഉറങ്ങിയിട്ടുമില്ല. പക്ഷേ ആൾക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് തീർക്കുമ്പോൾ വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൻ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ എനിക്ക് കണ്ണും മങ്ങുന്നു, എനിക്ക് ഉറക്കം വരുന്നു, പറ്റുന്നില്ല. പിന്നെ കൈയൊന്നും മൗസ് പിടിക്കാൻ കൈയൊന്നും അനങ്ങുന്നില്ല, കൈയൊക്കെ കുഴയുന്നു എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ അവസാനത്തെ ഒരാഴ്ച ഭയങ്കര അവന് വയ്യായിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. और अंतिम दिनों में जो है, आखिरी जो एक हफ्ते में जो प्रोजेक्ट्स सबमिट कराने का था, उसी समय में उसे बहुत तकलीफ होने लगा। एक एक हफ्ता वो सोता नहीं था। बाद बाद में उसको उसकी आंखें धुंधला पड़ने लगे, उसे हाथ पैर काम नहीं कर रहा है, उसे कुछ भी करने के लिए जम नहीं रहा है। ऐसे शिकायतों को वो करते आ रहा था। ഓരോ റിവ്യൂ ചെയ്യുമ്പോഴും അത്രയും ചെയ്ത പാകത്തിന്റെ മോഡൽ ഉണ്ടാക്കി കൊടുക്കണം, കാണിക്കണം എന്നാണ്. ഇവൻ നല്ല ഭംഗിയായിട്ട് മോഡൽ ഉണ്ടാക്കുന്നതാണ്, കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷെ ഇവന്റെ ഈ വിഷയം വന്നപ്പോൾ അവൻ ആദ്യം തൊട്ടേ മോഡലേ ഉണ്ടാക്കിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാവർക്കും നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, പക്ഷെ നിന്റെ കാര്യത്തിൽ വന്നപ്പോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു. और ये अच्छे से एक एक समीक्षा के समय में एक एक मॉडल उनको बना के देना होता है। तो ये खुद के लिए भी करते हैं, अपने दोस्तों को भी करके देते हैं।
परंतु इसी के विषय आने के समय में ये अपना काम को कर नहीं पा रहा है, कोई ना कोई रुकावट इसके लिए आ जाता है। तो मैं उसे पूछने लगा, तू बाकी सभी को ये चीजों के लिए मदद कर सकता है, तू अपने लिए क्यों नहीं कर पा रहा है? അവസാന നിമിഷം അവന്റെ അതായത് പ്ലാനും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് സബ്മിറ്റ് പിറ്റേ ദിവസമാണ് അവന് മോഡൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ആള് നല്ല ഉറക്കം. അപ്പം ഞാൻ ഒരാഴ്ചയോട് ഉറക്കമില്ലാതെ ചെയ്തുകൊണ്ടുള്ള ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്നാ മോഡൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? നാളെയാണ്. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. മോഡൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. और मॉडल सबमिट करने से पहले जो है उसे उसका प्रो जो जो है उसका ड्राफ्ट उसको पहले उधर देना होता है, उसी के बाद अगले दिन उसको उसका नमूना बना के देना रहता है। परंतु वो सबमिट करके आकर अगले दिन जो है वो सो जाता है। मैं जाके उससे पूछता है कि तुझे कब अपना मॉडल सबमिट करना है, तो बोलता है कल देना है, लेकिन मैं नहीं कर रहा हूँ, मुझे बहुत नींद आ रहा है, मैं नहीं करने जा रहा हूँ। രാത്രി രാത്രി അവന്റെ ഫ്രണ്ട് അവനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചെന്നിട്ട് പറഞ്ഞു, ആന്റി നാളെയാണ് അവന്റെ മോഡൽ സബ്മിഷൻ. ഞാൻ പറഞ്ഞു, മോനെ അവന് ഉറങ്ങുവാണെന്ന് പറഞ്ഞു. അവൻ രാത്രി 11:30 ഇവിടെ വന്നിട്ട് അവനെ തട്ടി ഉണക്കി, എണീക്ക് നമുക്ക് ചെയ്യാം, എണീക്കെന്ന് പറഞ്ഞ് അവന്റെ ഒരു ഇൻസ്പിറേഷൻ രാത്രി 11:30 ശേഷം രാവിലെ 9 മണിക്ക് കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. 11:30 ശേഷം തട്ടിക്കൂട്ടി എന്തൊക്കെയോ കുറച്ച് മോഡൽ ചെയ്തു വെച്ചു. और रात को लगभग 11 बजे के समय में उसका मित्र जो है उसे फोन करता है, तो वो सो रहा था तो फोन नहीं उठाया, तो उन्होंने मुझसे कॉल किया, मुझसे पूछा, तो मैंने कहने लगा कि वो सो रहा है, वो काम अभी तक किया नहीं है। तो फिर वो रात घर पर आए, उसे जगाया और उसको बोला कि हम किसी ना किसी रीति से इसे पूरा करेंगे, अगले दिन सुबह 9 बजे कॉलेज में इसे सबमिट करना है। तो वो रात को किसी ना किसी रीति से कुछ ना कुछ तरह से उसने कुछ तो बनाकर वहां पर रखे थे। ജൂറിയുടെ അന്ന് ജൂറി അവിടെ പോയിട്ട് ജൂറി ആ മോഡലേ നോക്കിയില്ല. സാധാരണ ജൂറിമാര് മോഡൽ വെച്ചിട്ടാണ് അവരുടെ പ്ലാൻ അനുസരിച്ചാണ് മോഡൽ ഉണ്ടാക്കുന്നത്. മോഡൽ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ ഇവന്റെ ഷീറ്റും കാര്യം 30 ഷീറ്റ് അങ്ങോട്ട് ഷീറ്റെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അവര് അതിൽ നോക്കിയപ്പോൾ അവര് മോഡലേ നോക്കിയില്ല. അവർ കാണുന്നില്ല. മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ജൂറിയാണെങ്കിൽ ഒരു മിസ്റ്റേക്ക് കണ്ടില്ല. അവരങ്ങ് ഭയങ്കര അന്താളിച്ച് ഇതെങ്ങനെ ജോലി വളരെ നന്നായിട്ടുണ്ട്, സൈറ്റ് നന്നായിട്ടുണ്ട്, ഡിസൈൻ നന്നായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോന്ന് നന്നായി 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 എന്നിങ്ങനെ പറയുവാണ്. और जो पैनल में लोग बैठे थे जो इसकी जांच करते हैं या समीक्षा करते हैं, वो लोग आमीन इसका मॉडल तो देखे ही नहीं, परंतु इसका जो पेपर था, जो प्रोजेक्ट का पेपर जो था, 10-20-30 पन्नों का पेपर था, वो सब उनके सामने दर्शाए हुए थे। वो उन चीजों को देखकर बहुत आश्चर्यचकित हुए और वे बहुत उसी का तारीफ करने लगा कि तुम्हारा जो भी कार्य है वो अच्छा बना है, अच्छे से तुमने किया है, अच्छे से किया है, ऐसे उसी का आमीन तारीफ वो कर रहे थे। അവന് തന്നെ അത്ഭുതം. എന്നിട്ട് അവന്റെ ഗൈഡ് വെച്ചിട്ട് ഇതൊക്കെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ഭയങ്കര നന്നായി എന്ന് പറയുന്നത്? ആ ജൂറിയാണ് ഇവിടെ നിന്ന് ഒരുപാട് പ്രിൻസിപ്പളിന് ഒത്തിരി അഭിപ്രായം പറഞ്ഞിട്ട് പോയ ജോയൽ നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ അവൻ പറഞ്ഞു, സാർ എന്ത് സംഭവിച്ചു, ഇതിനകത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ ജൂറിയും മറ്റ് ടീച്ചേഴ്സ് എല്ലാം ഇത് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട് ജോയൽ എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല അഭിപ്രായം പറയേണ്ടതായി. और ऐसा हुआ कि उसका जो गाइड है वो उनसे कहने लगा, क्या हुआ इस बार, कोई कमी नहीं है, बहुत अच्छे से तुम करने लगे हैं। जो आए हुए लोग थे जांच के लिए, जो समीक्षा करने के लिए आए हुए लोग अच्छे तारीफ करने लगे, अच्छे से कहने लगे कि जॉयल ने बहुत अच्छे से काम किया है, अच्छा उसका काम बना है इस बार, ऐसे बोलकर बहुत तारीफ और प्रशंसा करते हुए वे लोग वहां से चले गए। ഇന്നലെ അവന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. ടീച്ചേഴ്സിനെ കാണാനിടായി. ആ പ്രിൻസിപ്പളൊക്കെ വന്ന് ആ ജോയിന്റെ അമ്മേനെ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല അഭിപ്രായം പറയാൻ. ഇന്നലെ എനിക്ക് മനസ്സിന് ഒത്തിരി മോൻ അവന് ഗ്രാജുവേഷൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി. കാരണം മോർണിംഗ് പ്രേയറിൽ തോമസ് ബാസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. എന്നെ വിളിക്കുന്നതിനേക്കാൾ ഉപരി തോമസ് ബാസ് അവനെ വിളിക്കും. അവനടിക്കുന്നത് പറയും, അമ്മയെ പാസ്റ്റർ അപ്പച്ച എന്നെ വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പോലും എന്നെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചെയ്യണം നീ നന്നായി ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ ആ ഒരു ഇൻസ്പിറേഷനാണ് ഒന്നും കൂടി എനിക്കത് ചെയ്യാൻ തന്നെ മനസ്സ് വെച്ചത്. പാസ്റ്റർ എന്നെ ഒരുപാട് എന്നെ പിന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
कल उसका स्नातक प्राप्त करने का दिन था, तो कल हम लोग गए हुए थे, तो उनके अध्यापकों से और उनके प्रधानाचार्य से हम मिले। वे लोग अच्छे रीति से उनके बारे में बोलने लगे, तारीफ करने लगे। इस बार जोएल ने बहुत अच्छे से काम किया है, और ये सब देखकर हमारी आंखों में खुशियों के आंसू भर आए, क्योंकि ये था कि मॉर्निंग प्रेयर में कई बार आप लोगों ने इस विषय से प्रार्थना किया है। प्रभु के दास पास्टर थॉमसन जो हैं, बार बार मुझे बुलाने से बढ़कर मेरे बेटे को बुलाकर कई बार उसको प्रोत्साहन करते थे, उसे आमीन किसी भी प्रकार से चिंता ना करे ऐसे बातों को कहकर उसे आमीन जो है आमीन उसी के हौसला बढ़ाते थे। तो ऐसे सब कार्यों के कारणवश प्रभु ने कल का वो दिन हमारे लिए आनंद का दिन ठहराया है। ഇതുപോലെ വേറെ അത്ഭുതം മുമ്പ് 2 മിനിറ്റൂടെ അവന്റെ ജീവിതത്തിൽ വേറെ അത്ഭുതം ഉണ്ടായി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ ഫാദർ വിദേശത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ ഫാദറുമായിട്ട് അവന് ഭയങ്കര അറ്റാച്ചാണ്. എന്നോടും അറ്റാച്ചാണ്, പക്ഷെ എന്നാലും അപ്പനോട് ഭയങ്കര അറ്റാച്ചാണ്. അന്ന് ഫാദർ വന്നിട്ട് പോയപ്പോൾ അവനത് മാനസികമായിട്ട് ഒരുപാട് ഹർട്ട് ചെയ്ത്, പോകണ്ട, ഇനി പോകണ്ട, നാട്ടിൽ നിന്നാൽ മതി, ഇനി പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരഞ്ഞു. അന്ന് പിന്നെ ഞാൻ വേറെ 1-2 പേരെ കൊണ്ട് കൗൺസിലിംഗ്, ഭയങ്കര പ്രശ്നമായിരുന്നു. കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് അവനൊന്ന് നേരെ ആക്കിയിരുന്നത്. और एक और गवाही मैं 2 मिनट में देकर खत्म करूंगी। 7वीं कक्षा में जब ये बेटा पढ़ रहा था, तो अपने पिता से वे बहुत लगाव रखते थे। पिता उस समय विदेश में काम कर रहा था, तो विदेश में काम कर कर जब वो आए, तो अपने पिता के साथ बहुत संबंधित रखते हुए अनुभव में वे थे। लेकिन पिता जब लौट के जाने का समय आया, तो वो बहुत नाराज हो गए, बहुत कहने लगा कि आप मत जाना, अब केरल में रहकर नौकरी कर लेना। परंतु पिता जाने के पश्चात वो बहुत निराश हो गए, बहुत चिड़चिड़ाहट होने लगा। मैंने बहुत उसको सलाह दिया, बहुत काउंसलिंग दिया, फिर भी वो बात को समझ नहीं रहे थे, सुन नहीं रहे थे। ऐसे चिड़चिड़ा अनुभव में वो बैठे हुए थे। ഇന്ന് അവന്റെ പപ്പ പോയി, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. 8ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം വരുന്നത്, അല്ലെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം വരുന്നത്. അപ്പോ അവൻ ഈ പഠിക്കാത്തത് കൊണ്ടും 2 മാസം അപ്പന്റെ കൂടെ ഇങ്ങനെ കറക്കമൊക്കെ ആയതുകൊണ്ട് പഠിച്ചതുമില്ല. അന്ന് മാർക്ക് ഒത്തിരി കുറയാനുണ്ട്, ആ ഒരു സെമ്മിന് മാർക്ക് ഒത്തിരി കുറയാനിടയായി. और ऐसा हुआ कि उसका पिता के जाने का 1 महीने के पश्चात जो है जो उसका पहला 8वीं कक्षा का पहला परीक्षा था। 2 महीना पिता गांव में रहने के कारण, पिता के साथ घूमने फिरने के कारण वो पढ़ाई नहीं किए, और उस जो एग्जाम में परीक्षा में जो है उसका जो नंबर है बहुत कम आ गया था। ആ ഒരു ബേസിന്റെ അടിസ്ഥാനത്തിൽ അവന് 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അവർ പറഞ്ഞു മാത്സിന് ഒത്തിരി മാർക്ക് കുറവായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് റിസൾട്ടിന്റെ ഒരു ഭാഗമാണ് അവന് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത്, എന്നാൽ ഈ കുട്ടി ജയിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ 8ന്റെ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾ ടി സി തരാം, ഒന്നുകിൽ ടി സി മാറി പോകണം, വാങ്ങി വേറെ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ 8 റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സ്കൂളുകാർ ഇങ്ങനെ വാശി പിടിച്ചു. और ऐसा हुआ कि उसके पढ़ाई में कम नंबर आने के कारण स्कूल वाले ने जो है उसी को 8वीं कक्षा से 9वीं कक्षा में जाने के लिए उसको अनुमति नहीं दी है। उन्होंने कहा कि हमारे 10वीं का जो परिणाम को ये बाधित करेगा, इसलिए हम उसको आप चाहे तो यहाँ से दाखिला लेकर दूसरे स्कूल में चले जाए, या फिर 8वीं कक्षा में फिर से उसे 1 साल और बैठना पड़ेगा, ऐसे स्कूल वाला जिद करने लगा। അവനാണെങ്കിൽ സ്കൂൾ മാറിപ്പോകാൻ ഇഷ്ടമില്ല, കാരണം നല്ല സ്കൂളാണ്, പഠിക്കുന്ന സ്കൂൾ നല്ല സ്കൂളാണ്. അപ്പൊ അവന് സ്കൂൾ മാറി പോകാനും വയ്യ, 8 റിപ്പീറ്റ് ചെയ്യുന്നു, അവൻ 9ലേക്ക് തന്നെ പോകണം. പക്ഷെ സ്കൂളുകാർ അങ്ങോട്ട് ആക്കുകയില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പോയി പറഞ്ഞ നല്ല ട്യൂഷനെ കൊടുത്താൽ അവൻ 9 ജയിക്കും, പ്രശ്നം എന്നിട്ട് അവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അവരഞ്ഞു കുട്ടി പോയില്ലെങ്കിൽ 8 തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ 8 റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്കൂൾ തുറക്കുന്ന ദിവസം 1-ാം തീയതി സ്കൂളിലേക്ക് പോവുകയാണ്. और स्कूल वाले भी जिद में थे कि उसे किसी भी रीति से 9वीं कक्षा में जाने नहीं देंगे। मैं कई बार जाकर बोला, बेटा भी बहुत जिद में था कि उसे 8वीं फिर से नहीं पढ़ना है, उसे 9वीं में जाना है। स्कूल बदलने के लिए भी वो तैयार नहीं था, क्योंकि एक अच्छा स्कूल में वो पढ़ाई कर रहा था। तो 8वीं कक्षा को एक और बार पढ़ाई करने के लिए फिर से पहले दिन नए साल के वे स्कूल के लिए जा रहा था। പാസ്റ്റർ ഒത്തിരി പറഞ്ഞു 8 റിപ്പീറ്റ് ചെയ്യേണ്ട 9ലേക്ക് ഇരുത്തിയാൽ മതി, എന്തായാലും പ്രാർത്ഥിക്കും, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ ഡിവിഷൻ ഷഫിൾ ചെയ്യും, പക്ഷെ അന്ന് നോക്കിയപ്പോൾ അവന്റെ പേര് 9ാം ക്ലാസ്സിൽ രജിസ്റ്ററാണ് കണ്ടത്.
और पासवान ने भी बहुत बोला कि उसको 8वीं फिर से लिखने के लिए मत देना, 9वीं कक्षा में ही भेजना, परंतु स्कूल वाले मना करने के कारण हमने फिर कहीं ना कहीं मना कर 8वीं में फिर से पढ़ने के लिए उसे भेजने के पहले दिन जब वो लोग लिस्ट वहां डालते हैं कक्षाओं का, तो इस बेटे का नाम जो है 8वीं कक्षा के बदले 9वीं कक्षा के उस लिस्ट में उसका नाम पाया गया। പ്രിൻസിപ്പൾ പോയി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അത് ശ്രദ്ധിക്കേണ്ട, അവൻ പ്രൊമോട്ട് ചെയ്തില്ല, 8ാം ക്ലാസ്സിൽ തന്നെ പോയി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ 8ാം ക്ലാസ്സിൽ പോയിരുന്നു. പക്ഷേ അന്ന് അറ്റൻഡൻസ് വിളിച്ചപ്പോൾ 8ാം ക്ലാസ്സിൽ ലിസ്റ്റിൽ അവന്റെ പേര് വിളിച്ചില്ല. പക്ഷേ 9ാം ക്ലാസ്സിൽ അവന്റെ പേര് അറ്റൻഡൻസ് വിളിച്ചിരുന്നപ്പോൾ അവൻ അതിൽ ആബ്സെന്റ് ആണ് കാണിച്ചത്. और प्रिंसिपल से हमने जाकर कहा तो प्रिंसिपल ने बोला कि लिस्ट को ध्यान नहीं देना, आपको 8वीं में ही जाकर बैठना है। 8वीं कक्षा में जाकर बैठे, वहां पर जब अटेंडेंस या जो नाम लेने का वो जो सूची में देखा गया, तो वहां पर उसका नाम नहीं पाया गया। 9वीं कक्षा के उस सूची में उसका नाम दिखाई दे रहा है और वहां पर वो एब्सेंट है, ऐसे वहां पर लिखा गया है। ഇന്റർവ്യൂ സമയത്താണ് അറിയുന്നത് 9ാം ക്ലാസ്സിൽ പേര് വിളിച്ചു എന്ന്. പക്ഷേ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ സമ്മതിച്ചില്ല. അന്ന് CBSE സ്കൂൾ അറിയാലോ, അന്ന് ID കാർഡ് കൊടുക്കുന്ന ദിവസം ഇല്ലല്ലോ, സംഭവം ഇല്ലല്ലോ. അന്നത്തെ ദിവസം അവന് ID കാർഡ് കൊടുത്തു. ID കാർഡ് 9P എന്നായിരുന്നു അടിച്ചു വന്നത്. और प्रिंसिपल के पास गए तो प्रिंसिपल ने कहने लगा कि ऐसा नहीं हो सकता है, आपको 8वीं में ही रहना है। परंतु उसे ऐसा हुआ कि उस दिन स्कूल का आईडी कार्ड प्राप्त हुआ। ऐसे साधारण रीति से होता नहीं है इतना जल्दी आईडी कार्ड मिले, परंतु उसी दिन उसे आईडी कार्ड मिला, प्राप्त हुआ, और आईडी कार्ड में 9वीं कक्षा के नाम में उसको आईडी कार्ड दिया गया था। പിറ്റേന്ന് ഞാൻ അന്ന് ദിവസം മൊത്തം 8ാം ക്ലാസ്സിലാണ് ഇരുന്നത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയി ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ട്, ഒരു കാരണവശാലും കുട്ടിയെ 8ൽ സമ്മതിക്കില്ല. പ്രൊമോഷൻ ലിസ്റ്റിൽ 9th ഉണ്ട്. ID കാർഡ് ഇട്ടപ്പോൾ 9th എന്നാണ് അടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ അറ്റൻഡൻസ് 9th വിളിച്ചത്. ഒരു കാരണവശാലും കുട്ടിയെ ഞാൻ 8 സമ്മതിക്കില്ല, 9 തന്നെ ഇരുത്തണമെന്നും ഞാൻ കയറി സംസാരിച്ചു. പക്ഷേ പ്രിൻസിപ്പൾ എന്ത് ചെയ്ത് സമ്മതിക്കും? ഞാൻ പറഞ്ഞു പറ്റില്ല, കുട്ടിയെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്ത് 8ലേക്ക് കൊണ്ടുവന്നാണ്. പക്ഷെ ഇത്രയും സാഹചര്യങ്ങൾ 9ലേക്കാണ്, കുട്ടീനെ 9 എത്തിയേ പറ്റുള്ളൂ എന്ന് ഞാൻ അങ്ങോട്ട് തറപ്പിച്ചങ്ങ് പറഞ്ഞു. तो ऐसा हुआ कि वो पहला दिन तो 8वीं कक्षा में ही बैठा था, परंतु अगले दिन मैं भी गए प्रिंसिपल से, मैंने बातें किया। मैंने बोला कि उसे मैंने किसी भी तरह से मना कर एक और साल 8वीं करने के लिए मैं ले आया था, परंतु यहाँ आने के बाद बातें बदल गए, परिस्थिति बदल गए, और यहाँ पे उसे 9वीं कक्षा में उसका नाम पाया गया, उसको आईडी मिला, वो भी 9वीं कक्षा का है। फिर भी प्रिंसिपल मानने के लिए तैयार नहीं था, परंतु मैं भी जिद करने लगा कि नहीं, मैं अभी उसे 8वीं में नहीं बैठाऊंगी, 9वीं में ही उसे बैठाना होगा। എന്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു അഫിഡവിറ്റ് തരണം. ഫസ്റ്റ് എക്സാം നടത്തുമ്പോൾ കുട്ടി 70% അബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ സമ്മതിക്കുകയുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ TC വാങ്ങിപ്പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അഫിഡവിറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അഫിഡവിറ്റ് എഴുതി കൊടുത്തു. और प्रिंसिपल ने बाद में मेरे बात की और वो झुककर उन्होंने इस प्रकार से कहा कि ऐसा है तो मैं अनुमति दूंगा, लेकिन आपको एक वचन को हमें देना होगा कि आपके बच्चे को पहली परीक्षा में ही उसे 75% के आगे उसको जो है अंकों को लाना है, नहीं तो यहाँ से आपको दाखिला लेकर यहाँ से इस स्कूल छोड़कर जाना होगा। ദൈവത്തിന്റെ കരുണയിൽ പ്രാർത്ഥന ഫലത്താൽ 9th മാത്സിന് വളരെ നല്ല മാർക്ക് വാങ്ങി നല്ല ഭംഗിയായിട്ട് നല്ല പെർസെന്റേജ് മാർക്കോടെ ജയിക്കാനിടയായി. 10th റിസൾട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയി. പിറ്റേ ദിവസം തന്നെ അവൻ ഞങ്ങൾ ചോദിച്ച സബ്ജക്റ്റിലേക്ക് അവന് അഡ്മിഷൻ കിട്ടാനായി +2 അവിടെ നിന്ന് പാസ്സായി ഇറങ്ങാനിടയായി. और प्रभु की दया से 9वीं कक्षा में अच्छे अंकों के साथ पास होने में प्रभु ने उसको मदद किया। विशेषकर मैथ्स के जो विषय में वो अच्छे अंक के साथ पास हुए। 10वीं में भी वे अच्छे अंकों के साथ पास हुए। 11वीं के लिए जब हम एडमिशन के लिए गए, हमने मांगा, वो सब्जेक्ट उन्होंने हमें दिया, और ऐसे प्रभु ने उसकी पढ़ाई में मदद किया है। ഇന്നലെ അവന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് മോർണിംഗ് പ്രേയറിനോട്. കാരണം ഞാനിത് ഒരിക്കലും ഒരു ഭംഗി വാക്കുകൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുന്നതാണ്. വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നോട് ചോദിക്കുകയും എല്ലാ മോർണിംഗ് പ്രേയറിലെ എല്ലാ മെമ്പേഴ്സും അവന് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താണ്. പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ ഇതിവിടെ എത്തിയത്. ഒരുപാട് പ്രാവശ്യം അവന് മനസ്സിന് ഡെസ്പാവിഷൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവന്
ഒത്തിരി വിഷമമുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തോമസ് പാസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ആൾക്കൊരു വിഷയത്തിലൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത പ്രകൃതക്കാരനാണ്. പക്ഷെ വളരെ നന്നായിട്ട് ജോലിയൊക്കെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ടാണ് അവരുടെ തീസിസ് ലാസ്റ്റ് സബ്മിറ്റ് ഉണ്ടായത്. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. തോമസ് പാസ്റ്റർ പാസ്റ്റർമാർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും തുടർന്ന് നിങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അവന് ഹയർ സ്റ്റഡി ഒരിക്കൽ പറഞ്ഞു നിന്നിട്ട് അവരുടെ എക്സാം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് റിസൾട്ട് വരുന്നതിന് തന്നെ അവൻ ജൂനിയർ ആർക്കിടെക്ട് ആയിട്ട് ഒരു ഫേമിൽ കയറിയിട്ടുണ്ട്. और मैं बहुत विशेष करके धन्यवाद देती हूँ कि उसके बाद भी उसे पढ़ाई में सब प्रभु ने मदद किया। विशेषकर कल उसका स्नातक का दिन था और बड़ी खुशी की बात है कि उसे पूरा करने में प्रभु ने सहायता किया। और आमीन, विशेषकर मैं इस मॉर्निंग प्रेयर में जुड़े हुए हर एक प्रभु के दास दासियों को, भाई बहनों को मैं धन्यवाद देती हूँ कि प्रार्थना के फलस्वरूप विशेषकर प्रभु के दास पास्टर थॉमसन का प्रोत्साहन के शब्दों को और बातों को आमीन मेरे बेटे के लिए बहुत कार्यरत रहा। और आमीन कल उसका स्नातक हुआ और तुरंत उसे एक जूनियर आर्किटेक्ट के रूप में एक नौकरी भी उसे प्रभु ने प्रदान किया है। आप सभी के प्रार्थना के लिए मैं धन्यवाद देती हूँ। തുടർന്നും അവനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇനി അടുത്ത് അവന് ഹയർ സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. അത് ഇന്ത്യയിൽ വേണ്ട പുറത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവം എന്താണ് അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ പുറത്ത് ഹയർ സ്റ്റഡി ചെയ്യുകയാണോ ജോലിയാണോ അതോ ഇനി എന്താ ദൈവഹിതം എന്താണോ അതുപോലെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. പ്രാർത്ഥനയും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും, പിന്നെ ജോർജ് അങ്കിള് എപ്പോഴെപ്പോഴും ചോദിക്കും, ഷെരീന സിസ്റ്റർ, റോസ സിസ്റ്റർ, പിന്നെ നമ്മുടെ ജോയ് പാസ്റ്റ്, എല്ലാ ദൈവമക്കളും ചോദിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ എല്ലാ ദൈവമക്കളും ചോദിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ തുടർന്ന് നിങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. ഇത്രയും സമയം എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യത്തിന് സമയത്തിന് നന്ദി പറയുന്നു. സാജൻ പാസ്റ്റിനും പ്രത്യേകം നന്ദി പറഞ്ഞ് സാക്ഷ്യം നിൽക്കുന്നു. प्रभु आप लोग उसी के लिए आगे भी प्रार्थना करना है कि आगे भी वो पढ़ाई करना चाहता है, लेकिन प्रभु की इच्छा क्या है उसी के अनुसार वो प्रभु से आगे ले चले। और आप लोगों के लिए विशेष धन्यवाद। मैं किसी का विशेष नाम नहीं लेता हूं, फिर भी आमीन जो लोगों ने भी पूछताछ किया, प्रार्थना किया, सभी के लिए मैं धन्यवाद देते हुए मैं अपने शब्दों को समाप्त करती हूँ। प्रभु आप सभी को आशीष दे। आमीन।